ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുതിന ചട്നിയാണ്. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുതിന ചട്നിയാണ്. എന്നാൽ ശരി, ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളക് നമ്മൾ എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതിപ്പോൾ നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു 2 പിടി പുതിനയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർക്കുകയാണ്. പുതിനയില ചേർത്ത് കൊടുത്ത ശേഷം നമ്മളിനി 1 മിനിറ്റ് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അത്രയും സമയം കൊണ്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വരും. നമ്മളിപ്പോൾ പുതിനയില ചേർത്തിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കപ്പലണ്ടിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടുകടലയോ അല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയൊരു പീസ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കൂടി ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് നമുക്ക് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും ഒന്ന് ലോയിൽ വെച്ചിരുന്നാൽ മതിയാവും. ഇതിപ്പോൾ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതെടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചമുളകും പുതിനയിലയും കപ്പലിൻ്റെയും എല്ലാം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്കിനി 1 ടേബിൾ സ്പൂൺ അളവിൽ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞൊഴിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പുതിന ചട്നിക്ക് കുറച്ച് എരിവ് ഉണ്ടാവും. അപ്പോൾ എരിവ് തീരെ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. ഇനി ഇത് ഇത്രയും നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പുളിയുടെ വെള്ളം തന്നെ മതിയാവും. എന്നാൽ ശരി, ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിതിപ്പോൾ നമ്മുടെ പുതിന ചട്നി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിതിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുതിന ചട്നിയാണ്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇത്രയും പുളി ചേർത്തെന്ന് വെച്ചിട്ട് പുതിന ചട്നിക്ക് പുളിയൊന്നും കൂടുതലുണ്ടാവില്ല. ആ പുളി ചേർക്കുന്നതാണ് നമ്മുടെ പുതിന ചട്നിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുളി അല്പം കൂടിയാലും കുഴപ്പമില്ല. അത് കുറയാതിരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. താളിപ്പിന് വേണ്ടിയിട്ട് പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 വറ്റൽമുളക് കൂടി ചേർത്തിട്ട് നമുക്കിത് ഇറക്കാം. ഇനി നമുക്കിതിലേക്ക് ചൂടോടെ തന്നെ നമ്മുടെ താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുതിന ചട്നിയാണിത്. നമുക്കിതൊരു 3-4 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോഴെല്ലാം ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുതിന ചട്നിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രം ഷമീസ് കിച്ചൻ.